എന്നെ ഈ വീഡിയോയിലൂടെ കാണുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് എനിക്ക് ദൈവം ഏൽപ്പിച്ചൊരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ സ്നേഹം ഇമോഷനാണോ എന്നുള്ളൊരു സ്നേഹം വികാരങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുകയാണോ എന്നുള്ളൊരു ചെറിയ ചിന്തയെക്കുറിച്ച് നമുക്ക് അല്പനേരം ഒരുമിച്ച് ചിന്തിക്കാം. ഞാൻ നിങ്ങളോടൊപ്പം പഠിക്കുന്നു. ദൈവം നമ്മളെ ഒരുപോലെ അനുഗ്രഹിക്കട്ടെ. അത് ഞാൻ ചിന്തിക്കുവാനായി എടുത്തിരിക്കുന്ന ഒരു വചനഭാഗം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങളാണ്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ക്ഷമ കാണിക്കുകയും ചെയ്യുന്നു എന്നാണ്. നമ്മളിന്ന് കാണുമ്പോൾ അറിയാം, നമ്മുടെ സ്നേഹം ഒന്നിനെ ആശ്രയിച്ചായിരിക്കും. നമ്മൾ പലരെയും സ്നേഹിക്കുന്നത് നമുക്ക് ലഭിക്കുന്ന എന്തെങ്കിലും നന്മകൾ ഓർത്തിട്ടാകാം. ചിലപ്പോൾ നമ്മളെ ആപത്ത് കാലങ്ങളിൽ സഹായിച്ചവരെ ആയിരിക്കും നമ്മൾ സ്നേഹിക്കുക. അല്ലെങ്കിൽ നമ്മളുടെ ബന്ധുക്കൾ, നമ്മളുടെ സഹോദരങ്ങൾ, നമ്മളുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ, ഇങ്ങനെയുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് എന്ത് സംഭവിച്ചാലും അവരെന്ത് തെറ്റ് ചെയ്താലും നമ്മളത് ക്ഷമിക്കുകയും നമ്മൾ അവരോട് വീണ്ടും സ്നേഹിക്കുകയും ചെയ്യും. പക്ഷെങ്കിൽ അത് പുറത്തുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ആ സ്നേഹം ഉണ്ടാവുകയില്ല. അപ്പോൾ യഥാർത്ഥ സ്നേഹം എന്ത്? അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഈ വചനത്തിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. നമുക്കുള്ള സ്നേഹം അങ്ങനെയാണോ? നമ്മളങ്ങനെ ഒന്ന് ചിന്തിക്കണം. കാരണം നമ്മുടെ യഥാർത്ഥ സ്നേഹമാണെങ്കിൽ അത് ദീർഘമായിട്ട് ക്ഷമിക്കും, അത് ദയ കാണിക്കും. നമ്മളിപ്പോൾ പലപ്പോഴും ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മളുടെ വളരെ വേണ്ടപ്പെട്ടവരോടായാലും പുറത്തുള്ളവരോടായാലും നമ്മൾ ദേഷ്യപ്പെടും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, റോഡിലൂടെ വാഹനങ്ങളിൽ പോകുന്നവർ ഒരു ചെറിയ ആക്സിഡൻറ്റിൽ, ചെറിയൊരു വണ്ടിയിലൊരു തട്ടലോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒരാളെ ക്ഷമിക്കാൻ തയ്യാറാവത്തില്ല. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കേറ്റത്തിൽ ഏർപ്പെടുന്ന കണ്ടിട്ടുണ്ട്. പിന്നെ ഞാൻ തിരികെ വരുമ്പോഴും അവർ ആ വാക്കേറ്റം തന്നെ തുടരുമ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒരാളൊരു വിട്ടുവീഴ്ചയ്ക്ക് ക്ഷമിച്ചാൽ പിന്നെ ആ വഴക്ക് അവിടെ അവസാനിക്കുകയാണ്. ആ സ്നേഹം എന്തിനു നമ്മൾ അവരെ അങ്ങനെ ചോദിക്കും? നമ്മൾ എന്തിനവരെ അങ്ങനെ സ്നേഹിക്കണം? എൻ്റെ വണ്ടി ഒരാൾ ഇടിച്ച്, അല്ലെങ്കിൽ അവരുടെ തെറ്റാണെങ്കിലും ഞാൻ എന്തിനു അവരോട് ക്ഷമിക്കണം? ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. ദൈവം നമുക്ക് പുതിയൊരു കൽപ്പന തന്നിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 34-35 വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്ന് ഞാനൊരു പുതിയ കൽപ്പന നിങ്ങൾക്ക് തരുന്നു. ആകയാൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു ആ കൽപ്പന. ദൈവം നമ്മളെ എങ്ങനെ സ്നേഹിച്ചോ അങ്ങനെയാകുന്നു നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ച്? നമുക്കൊന്ന് നോക്കാം. അത് വികാരങ്ങൾക്ക് അടിമപ്പെട്ടാണോ? വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വികാരങ്ങൾ അത് സാഹചര്യം അനുസരിച്ചാണ് ഇരിക്കുന്നത്. വികാരങ്ങൾ സാഹചര്യത്തെ അനുസരിച്ചെന്ന് പറയുമ്പം നമുക്കറിയാം, ചില സിറ്റുവേഷനുകൾ നമ്മൾ ചില വാർത്തകൾ കേൾക്കുകയാണ്. ഒരു കൊച്ചു കുട്ടിയെ ഒരു 20 അല്ലെങ്കിൽ ഒരു 30 വയസ്സുള്ള അല്ലെങ്കിൽ ഒരു 60 വയസ്സുള്ള ഒരു വയോധികൻ ക്രൂരമായി റേപ്പ് ചെയ്തു. ഇങ്ങനൊരു വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അയാളെ കെട്ടിയിട്ടുണ്ട്, അപ്പോൾ നമ്മളുടെ ഉള്ളിൽ എന്തായിരിക്കും ഉണ്ടാകുന്നത്? ഒന്നെങ്കിൽ ഇവനെ പോലീസുകാർക്ക് വിട്ടുകൊടുക്കരുത്, അവനെ റോഡിലിട്ട് എറിഞ്ഞു കൊല്ലുകയോ അല്ലെങ്കിൽ അങ്ങനെ ഉപദ്രവിക്കുകയോ ചെയ്യണം. പക്ഷേങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മളൊരു വാർത്ത അറിയുകയാണ് അയാളല്ലായിരുന്നു ആ തെറ്റുകാരൻ എന്നറിയുമ്പോൾ നമുക്കുണ്ടാകുന്ന കുറ്റബോധം. കാരണം യഥാർത്ഥ പ്രതിയെ പിടിച്ചു, ഇദ്ദേഹം ആൾ മാറിപ്പോയതാണെന്ന് അറിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ആ ഒരു പ്രയാസം അതെന്തുമായിരിക്കും? നമ്മൾ സാഹചര്യങ്ങളെ അനുസരിച്ചിരുത്തി നമ്മളുടെ നിഗമനങ്ങളും നമ്മളുടെ ആക്ഷൻസുകളും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ അങ്ങനെയാണ് ഇമോഷൻസ് ഉണ്ടാകുന്നത്. ദേഷ്യം ഉണ്ടാകാം, ക്രോധം ഉണ്ടാകാം, അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ അടിക്കാൻ തോന്നാം, അസൂയ ഉണ്ടാകാം, നമുക്ക് വാശി ഉണ്ടാകും, വൈരാഗ്യങ്ങളുണ്ടാകും, കുശുമ്പുണ്ടാകും, അസൂയകളുണ്ടാകും. പക്ഷേങ്കിൽ സ്നേഹം നമുക്കൊരിക്കലും ഇമോഷൻ്റെ പുറത്ത് വരികയില്ല. പക്ഷേങ്കിൽ പലരും ഇന്ന് ഇഷ്ടങ്ങളെ സ്നേഹമായിട്ട് കാണുന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ മൊബൈൽ ഇഷ്ടമാണ്, പക്ഷേ ഞാനതിനെ ഒരിക്കലും സ്നേഹിക്കുന്നില്ല. കാരണം യഥാർത്ഥ സ്നേഹം കർത്താവ് പറഞ്ഞ ജീവനെ നൽകുന്നതാണ്. കൂട്ടുകാരന് വേണ്ടി ജീവനെ നൽകുന്നതാണ് യഥാർത്ഥ സ്നേഹം. അപ്പോൾ നമുക്ക് സ്നേഹത്തെ ഒരിക്കലും ഇമോഷനായിട്ട് കണക്കാക്കാൻ പറ്റില്ല. കാരണം സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി ഒരിക്കലും നമുക്ക് സ്നേഹത്തെ വിലയിരുത്താൻ കഴിയുകയില്ല. അതിന് നമുക്ക് കർത്താവിനെ തന്നെ നോക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 16-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ഇങ്ങനെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. കർത്താവ് ഉടൻ പുരോഹിതന്മാരുടെയും പരീശന്മാരുടെയൊക്കെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അവിടെ വല്ലാതെ കഷ്ടം അനുഭവിക്കുകയും മരിക്കുകയും 3 നാൾ അടുക്കപ്പെടുകയും അതിനുശേഷം ഉയർത്തെഴുന്നേൽക്കാൻ ചെയ്യപ്പെടുമെന്ന്. കർത്താവ് ഇങ്ങനെ സംഭവിക്കാനുള്ള മഹാരക്ഷയെക്കുറിച്ചും നമുക്ക് രക്ഷ പ്രാപിക്കാൻ വേണ്ടി കർത്താവ് ഏൽക്കാൻ പോകുന്ന കഷ്ടത്തെക്കുറിച്ചും പറയുമ്പോൾ പത്രോസ് കർത്താവിനെ വേറിട്ട് കൊണ്ടുപോകുന്നൊരു ഭാഗമുണ്ട്. അവിടെ കൊണ്ടുപോയിട്ട് പത്രോസ് കർത്താവിനോട് പറയുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് പത്രോസ് കർത്താവിനെ ശാസിച്ചു എന്ന്. അവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? കർത്താവെ, നിനക്ക് അങ്ങനെ ഭവിക്കരുതേ എന്നാണ് പത്രോസ് പറയുന്നത്. നമ്മുടെ നോർമൽ ജീവിതം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല നല്ല കാര്യങ്ങൾ നമ്മൾ
നമുക്ക് പല നല്ല കാര്യങ്ങളും അതുപോലെ മോശ കാര്യങ്ങളും ചെയ്യുമ്പോൾ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ ശാസിക്കും. നമ്മൾ പലപ്പോഴും നല്ല കാര്യങ്ങൾക്ക് പോലും അവർ ശാസിക്കുമ്പോൾ നമ്മൾ സ്നേഹം ഓർത്തിട്ട് നമ്മളത് ചെയ്യാതെ ഇരിക്കും. അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി അവനൊരു തെറ്റ് ചെയ്യുകയാണ്. പക്ഷേങ്കിൽ അവൻ്റെ മാതാപിതാക്കൾക്ക് അറിയാം അവനത് തെറ്റാണ് ചെയ്യുന്നതെന്ന്. പക്ഷേങ്കിൽ അവനൊരു കൊച്ചു കുട്ടിയല്ലേ എന്ന് ഓർത്തിട്ട് അവൻ്റെ മോൻ ഇപ്പോൾ അവനൊരാളെ അടിച്ചു, അല്ലെങ്കിൽ ഒരു കൊച്ചുകുട്ടി അടുത്തിരുന്നൊരു കൊച്ചുകുട്ടിയെ പരസ്പരം വഴക്കുണ്ടായപ്പോൾ അവൻ ദേഹോപദ്രവം നടത്തി. അങ്ങനെ കാണുമ്പോൾ അവൻ്റെ വീട്ടുകാർ അവന് തനിച്ചായിരിക്കും മറ്റുള്ളവരോട് പറയുന്നത് അവൻ കേൾക്കുകയാണ്, എൻ്റെ മകൻ ഒരു മിടുക്കനല്ലേ, കാരണം അവൻ്റെ നേരെ നിന്നപ്പോൾ, അല്ലെങ്കിൽ അവനൊരു ധൈര്യശാലിയാണ്, അവനാ ചെയ്തത് കണ്ടില്ലേ, അവൻ മിടുക്കനാണ്, അവൻ എന്നെ പോലെയാണ്. അവർ ചിലപ്പോൾ തമാശയ്ക്കായിരിക്കാം പറയുന്നത്. പക്ഷേ നാളെ വളർന്നു വരുമ്പോൾ ആ കുട്ടി വലിയൊരു സമൂഹത്തിൽ ഒരു പ്രശ്നത്തെ സൃഷ്ടിക്കുന്ന ഒരുവനായി മാറുമ്പോൾ അവർ ചോദിക്കും, ഞാൻ അവനെ ഇത്രത്തോളം സ്നേഹിച്ചല്ലേ, അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടത്തി കൊടുത്തതല്ലേ, എന്തുകൊണ്ട് അവൻ എന്നോട് ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിക്കും. അതാണ് പറയുന്നത്, നമ്മൾ ചെറിയ സ്നേഹമെന്ന് നമ്മൾ പറഞ്ഞ് ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് ദോഷമായി വരാറുണ്ട്. അതിനകത്ത് യഥാർത്ഥ കാര്യം സ്നേഹം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാത്തത് കൊണ്ടാണ്. യഥാർത്ഥ സ്നേഹം നമ്മൾ എല്ലാ തെറ്റുകൾക്കും കൂട്ടു നിൽക്കുന്നതല്ല. പത്രോസിനോട് കർത്താവ് ഇവിടെ പറയുന്നുണ്ട്. പത്രോസ് സ്നേഹത്തോടെയാണ് പറയുന്നത്, കർത്താവെ നീ എന്തിനാണ് കഷ്ടം കേൾക്കുന്നത്, കർത്താവെ നീ അങ്ങനെയൊന്നും ആവാൻ പാടില്ല, കാരണം വേദന സഹിക്കണം, എന്തിനാണ് നിനക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്, നിനക്ക് അങ്ങനെയൊന്നും ഭവിക്കരുത് എന്ന് ശാസിച്ചു എന്നവിടെ എഴുതിയിരിക്കുന്നു. പക്ഷേ കർത്താവ് പത്രോസിനോട് പറയുന്നൊരു കാര്യമുണ്ട്, സാത്താനെ എന്നെ വിട്ടു പോ, നീ എനിക്കുള്ളതല്ല ഈ ലോകത്തിനുള്ളതത്ര ചിന്തിക്കുന്നത്, ദൈവത്തിനുള്ളതല്ല ഈ ലോകത്തിനുള്ളതത്ര ചിന്തിക്കുന്നത്. നമ്മളും തിരിച്ചറിയുക, യഥാർത്ഥ സ്നേഹം അത് ഈ ലോകത്തിനോ സുഖങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ല, അത് ദൈവത്തിൽ നിന്നുള്ളതാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവുക. കർത്താവിൻ്റെ അടുക്കലേക്ക് പരീശന്മാർ അല്ലെങ്കിൽ കർത്താവിൻ്റെ അടുക്കലേക്ക് ഒരു കൂട്ടം ആളുകൾ ഒരു വേശ്യാവൃത്തി ചെയ്തതിന് പിടിച്ചുകൊണ്ട് വരുന്ന ഒരു സ്ഥലമുണ്ട്. ഒരു സംഭവം നമ്മുടെ ബൈബിളിലുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യത്തിലാണ് നമുക്കത് കാണാൻ പറ്റുന്നത്. അവിടെ അവർ പറയുന്നത് മോശ എഴുതിയ കൽപ്പനകളിൽ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സ്ത്രീകളെ എറിഞ്ഞു കൊല്ലണമെന്ന്. അങ്ങനെയാണ് കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് കാണാം, അവിടെ എഴുതിയിരിക്കുന്ന കൽപ്പനകൾ, അതൊരു വാക്യമാണ്. ആ കൽപ്പനകളെ പ്രമാണിക്കാനാണ് അവരെ എരിവ് കാണിക്കുന്നത്. പക്ഷേങ്കിൽ അതൊരിക്കലും അവരുടെ സ്നേഹത്തോടോ അല്ലെങ്കിൽ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടോ അല്ല അവർ ആ എരിവ് കാണിക്കുന്നത്. അവർക്ക് ആ സ്ത്രീയെ കൊല്ലണം അല്ലെങ്കിൽ യേശുവിനെ പരീക്ഷിക്കണം, ഇതാണ് അവരുടെ ഉദ്ദേശം. നമ്മളെപ്പോഴും നമ്മളുടെ സ്നേഹം യഥാർത്ഥത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുമ്പോൾ ചിന്തിക്കുക അതിൻ്റെ ശരിയായ ഉദ്ദേശം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ഒരിക്കലും സ്നേഹം ഒന്ന് ചെയ്തതിൻ്റെ പ്രതിഫലം മോഹിച്ചല്ല നമ്മൾ സ്നേഹിക്കേണ്ടത്. അല്ലെങ്കിൽ സ്നേഹം ആരെങ്കിലും എന്തെങ്കിലും തന്നതിൻ്റെ പ്രവൃത്തിയുടെ പുറത്തല്ല. അല്ലെങ്കിൽ സ്നേഹമെന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് അവരിൽ നിന്ന് ലഭിക്കുമ്പോഴല്ല നമ്മളുടെ ഉള്ളിലുണ്ടാകുന്ന ആ ഇമോഷൻസുകളല്ല സ്നേഹം. നമുക്ക് ആരും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും, നമ്മളെ വെറുക്കുന്നവരാണെങ്കിലും മറ്റുള്ളവർക്കൊരു കഷ്ടത വരുമ്പോൾ അവരുടെ ദുഃഖത്തിൽ നമുക്ക് അവരോടൊപ്പം പങ്കുചേരാൻ കഴിയണം. അവരുടെ നന്മകളിൽ മാത്രമല്ല, ഇപ്പോൾ നമ്മളെ ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളെ വെറുക്കുന്ന ഒരാളാണെങ്കിലും അവരുടെ ദുഃഖങ്ങളിൽ നമുക്ക് പങ്കുചേരുവാൻ ആ നിമിഷം അവർ തന്നെ ചിന്തിക്കണം, ഇവരെന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ ഇത്രത്തോളം അവരോട് മോശമായി ഇടപെട്ടിട്ടും അവരെന്നോട് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. കർത്താവ് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിനാൽ എൻ്റെ ശിഷ്യന്മാർ എന്നറിയപ്പെടും. 1 യോഹന്നാൻ 4-ന്റെ 19 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. നമ്മൾ ഒരിക്കലും ദൈവത്തെ അങ്ങോട്ട് സ്നേഹിച്ചിട്ടല്ല ദൈവം നമ്മളെ ഇങ്ങോട്ട് സ്നേഹിച്ചത്. അത് കാരണം ദൈവം നമ്മളെ സൗജന്യമായി സ്നേഹിക്കുകയായിരുന്നു. നമ്മൾ യാതൊന്നും ദൈവത്തിന് ചെയ്തു കൊടുത്തിട്ടില്ല. നമ്മൾ വിശ്വാസത്തിൽ വന്ന ശേഷം പോലും നമ്മൾ ദിനം പ്രതി ഒരു 2 പേരോടെങ്കിലും സുവിശേഷം പറയുന്നുണ്ടോ? ഇല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നും ഞാൻ ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. നമ്മളുടെ പ്രവൃത്തികളെ നോക്കിയിട്ടല്ല ദൈവം നമ്മളെ സ്നേഹിച്ചിരിക്കുന്നത്. വചനത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ ലോകത്തെ സ്നേഹിച്ചു, അവൻ സകല മനുഷ്യനെ സ്നേഹിച്ചു, വേറെ വ്യത്യാസമില്ലാതെ. ദൈവം നമ്മളെ സ്നേഹിച്ചത് നമ്മളുടെ പ്രവൃത്തികൾ നോക്കിയിട്ടല്ല. കാരണം വചനം പറയുന്നു, ദൈവം ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും മഴയെ പെയ്യിക്കുന്നു. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു. എങ്കിലും ദൈവം നീതിമാനാണ്. ദൈവം ആ വേശ്യാസ്ത്രീയോട് പറഞ്ഞു, ഞാൻ നിന്നെ ശിക്ഷിക്കുന്നില്ല, ഇനി പാപം ചെയ്യരുത്. അങ്ങനെ അപ്പോൾ ദൈവം നമ്മളെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, സ്നേഹം ഒരിക്കലും നീതികേടല്ല.
നീതി കെട്ട് പ്രവർത്തിക്കുന്നില്ല, സ്നേഹം സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, തെറ്റായ കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുന്നില്ല. ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് അങ്ങനെയാണെങ്കിൽ തെറ്റ് ചെയ്ത് ജീവിക്കാമല്ലോ, ദൈവം നമ്മളെ സ്നേഹിച്ചോളൂ. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. ദൈവം നീതിമാനായ ദൈവമാണ്. ദൈവം നമ്മളോട് ക്ഷമിക്കാൻ സ്നേഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ദൈവം നമ്മളോട് ക്ഷമിക്കുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ആ നീതിയിൽ തന്നെ നമ്മൾ സ്നേഹം തുടരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അങ്ങനെ തന്നെ തുടരാൻ നമുക്ക് സാധിക്കട്ടെ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും എൻ്റെ ഈ വചനത്തിൻ്റെ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.